ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ. ആക്ച്വലി ഞാനിന്ന് പറയാൻ പോണത് മെയിനായിട്ട് നമ്മൾ സ്വീഡനിലാണ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പുതിയ ഇൻടേക്ക് ഇപ്പോൾ സെപ്റ്റംബറിൽ ഇനി വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. മെയിനായിട്ട് ഫസ്റ്റ് RP കാർഡൊക്കെ ഇവിടെ വന്ന് കിട്ടിയ ഉടനെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഞാനിത് സ്ക്രീൻ ഷെയർ ആയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സ്കാറ്റ വർക്കറ്റിൽ പോവുക, അവിടെ നിന്ന് ID പേഴ്സണൽ നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്യുക. പേഴ്സണൽ നമ്പർ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ ലിങ്ക് ആയിട്ട് എൻ്റെ വീഡിയോയിൽ തന്നെ കിടക്കുന്നുണ്ട്. അതും അല്ലാതെ പേഴ്സണൽ നമ്പർ ഒരു ആൾമോസ്റ്റ് ഒരു 2 വീക്സിനകത്ത് കിട്ടും എല്ലാവർക്കും. അത് വെച്ചൊരു നമ്പറാണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതിൻ്റെ കൂടെ ഒരു ലാസ്റ്റ് ഒരു 4 ഡിജിറ്റ് വരുന്ന ഒരു നമ്പറാണ്. പിന്നെ അതിന് ശേഷമുള്ളതാണ് ഈ പേഴ്സണൽ നമ്പർ കിട്ടിയിട്ട് നമുക്ക് സ്വീഡിഷ് ID കാർഡ് മേടിക്കണം. അതും അവിടെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അതിന് 400 ക്രോൺസ് വെച്ച് ഈച്ച് വരുന്നുണ്ട്. അത് സ്വീഡിഷ് ആരെങ്കിലും അക്കൗണ്ട് ഉള്ള ഒരാളുടെ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ വെസ്റ്റേൺ യൂണിയൻ അതേകണക്കത്തെ കുറച്ച് ഇതുണ്ട്, അവർ വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പ്രിഫർ ചെയ്യാം. പിന്നെ വേണ്ടത്, ഇത് ID കാർഡ് കിട്ടാൻ ഒരു 2 ആഴ്ച അതിനും എടുക്കും. മാക്സിമം ശ്രദ്ധിക്കുക, അപ്പാർട്ട്മെന്റ് ഷെയർഡ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ എത്ര പേരുണ്ടെന്ന്. ആൾക്കാർ കൂടുതലുള്ള അപ്പാർട്ട്മെന്റിൽ അവർ തരില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് തുടക്കം വരുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും ഇൻഡിവിജ്വൽ ഇപ്പോൾ വീടൊക്കെ എടുക്കാനൊക്കെ. എന്നാലും ശ്രമിക്കുക മാക്സിമം. ഷെയർഡ് ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം. അത് അവർ നോക്കുമ്പോൾ ഈ വീട്ടിൽ 5-6 ആള് കൂടുതലുണ്ട്, നിങ്ങൾക്ക് ഇനി അതിൻ്റെ അകത്ത് ഇനി നിങ്ങളും കൂടെ വരുമ്പോൾ ആള് കൂടുതലില്ലെന്ന് പറഞ്ഞാൽ അവർ തരില്ല. അതുകൊണ്ട് അതൊക്കെ നോക്കി വരിക. പിന്നെ കുറേ സ്കാം ഒക്കെ ഉണ്ട് ഫേസ്ബുക്കിലൊക്കെ. പലരും ഇത്തവണ വന്നവരും ഞാനിപ്പോൾ 1 ഇയർ ആവുന്നേ ഉള്ളൂ വന്നിട്ട്, വീട് മേടിച്ചവർ ഡെപ്പോസിറ്റ് കൊടുത്തു, അവസാനം വീട് മാറാൻ നോക്കുമ്പോൾ ഹൗസ് ഓണറിന് ഡെപ്പോസിറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറെ ഫ്രോഡ് സ്കാം എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നോക്കുക, മാക്സിമം ഫ്രണ്ട്സുകൾ വഴി, നല്ല അറിയാവുന്ന ഫ്രണ്ട്സുകൾ വഴി മാക്സിമം വീടൊക്കെ എടുക്കുക.